ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ക്രീം ചീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുനാഫ റെസിപ്പിയിലൊക്കെ ഞാൻ ഈ ക്രീം ചീസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ക്രീം ചീസിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള പശുവിൻ പാലാണ്. ഇവിടെ ഞാൻ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 4 കപ്പ്, മെഷറിംഗ് കപ്പിന് 4 കപ്പാണ് എടുത്തിരിക്കുന്നത്. 250 മില്ലിയുടെ 4 കപ്പ്. ഇനി ഇത് മീഡിയം ഹീറ്റിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുക. തിളച്ച് പൊങ്ങാനുള്ള ഇത് വരരുത്. അതിന് മുന്നേ നമ്മൾ സിമ്മിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ ഇടുക. അപ്പോൾ ഈ ക്രീമൊക്കെ ഒന്ന് കട്ടിയായിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഏകദേശം തിള വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അത് ഞാൻ സിമ്മിലേക്ക് ആക്കി. ഇനി ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ഇതൊന്ന് കട്ടിയാവാൻ വേണ്ടി ഇടുക. ഈ സമയത്ത് നമ്മളൊരു 3 ടേബിൾ സ്പൂണ് നാരങ്ങ പിഴിഞ്ഞ് വെക്കണം. അതിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ചില സമയങ്ങളിൽ പാല് കുറച്ചുകൂടെ കട്ടിയുള്ള പാലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 3 ടേബിൾ സ്പൂൺ വേണ്ടി വരില്ല. അതിന് മുന്നേ തന്നെ അത് പിരിഞ്ഞിരിക്കും. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചേക്കണം. അപ്പോഴേക്കാണ് കറക്റ്റായിട്ട് ഇതിങ്ങനെ പിരിഞ്ഞു വന്നത്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൽ നാരങ്ങ ഒഴിക്കുമ്പോഴൊന്നും ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. ഇത് കംപ്ലീറ്റ് പിരിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ തീ ഓഫ് ചെയ്തത്. ഇനി ഒരു അരിപ്പയിലോട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതിലത്തെ ആ നാരങ്ങയുടെ പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടെ. നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത്, കുറച്ച് നനവോടെ തന്നെ ഇതെടുക്കണം. എങ്കിലാണ് ആ ക്രീമിൻ്റെ ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി ഇതാ മിക്സിയിൽ ഇട്ടിട്ട് ഞാനത് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിലേക്കൊരു നുള്ളു ഉപ്പ് കൂടി ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. അടിച്ചെടുത്താൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇത് കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഐസിങ് ഷുഗറും വെനില എസൻസും കൂടിയിട്ട് ചേർത്തിട്ട് ഉപയോഗിക്കാം. ഇനി കേക്ക് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കണമെങ്കിൽ ചിലപ്പോൾ അത് കുറച്ചുള്ളെങ്കിൽ അതിൽ കൂടെ ഇതുകൂടി മിക്സ് ചെയ്ത് രണ്ടും കൂടി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ക്രീം ചീസ് റെഡി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.